ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സാറൂസ് കിച്ചൺസ് യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ സിമ്പിളായിട്ടുള്ളതുമായ ഒരു എഗ് ബോക്സ് ആണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമ്മൾക്കിത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഇഫ്താറിന്. അപ്പോൾ നമ്മൾക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഓക്കെ, അപ്പം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ആദ്യം നമ്മൾക്കൊരു അടികട്ടിയുള്ളൊരു പാത്രം വെക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം നേർമയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു 2 സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഇത് കട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. അപ്പോൾ സവാള നമുക്ക് വഴറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നല്ലപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ കേട്ടോ. കൂടുതലായിട്ട് ഇങ്ങനെ ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഒന്നും വേണ്ട. ഒരു ഗോൾഡൻ കളറ് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഓക്കെ, ഏകദേശം നമ്മുടെ സവാള ഇത് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് കേട്ടോ. അപ്പം ഇവിടെ ഞാൻ ഒരു 4-5 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി നമ്മൾക്ക് ഇതിൽ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഇളക്കിയെടുക്കണം. നല്ലൊരു സ്മെല്ല് വരുമല്ലോ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളി, അതുപോലെ അത് ആവുന്നത് വരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മളിതാ സവാള ഇതൊക്കെ റെഡിയായി കഴിഞ്ഞു. അടുത്തത് നമ്മൾ ഒരു ഹാഫ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ വേണം നമ്മൾ ക്യാപ്സിക്കം അരിഞ്ഞെടുക്കാൻ വേണ്ടി. അപ്പോൾ ആദ്യം നമ്മൾക്ക് ഈ മിക്സിലേക്ക് പച്ചമുളക് 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ അടുത്ത് നമ്മൾക്ക് ക്യാപ്സിക്കം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ക്യാപ്സിക്കം ഇടണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. എനിക്കിതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. ക്യാപ്സിക്കം ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഇതൊക്കെ ഇട്ടിട്ടാണ് കൂടുതലായിട്ട് ചിക്കൻ്റെ ഇതൊക്കെ ഉണ്ടാക്കാറ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് അങ്ങോട്ടായി കഴിഞ്ഞാൽ കുറച്ച് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി കഴുകി വൃത്തിയാക്കി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ നമ്മൾക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇത് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കളറ് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കാണിക്കാൻ വേണ്ടി ക്യാമറയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇതും കൂടി ചേർത്തിട്ട് നല്ലപോലെ നമ്മൾക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു പച്ച മണമല്ലോ ഇല്ലേ, ഈ മുളക് പൊടീൻ്റെയും ഗരം മസാലപ്പൊടീൻ്റെയും കുരുമുളക് പൊടീൻ്റെയും ഒക്കെ പച്ചച്ചവ മാറുന്നത് വരെ നമ്മൾക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കഴിഞ്ഞാൽ നല്ല കളറ് കിട്ടും കേട്ടോ. അതിനാണ് കേട്ടോ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. ഇഫ്താറിന് വളരെ സിമ്പിളായിട്ട് നമ്മൾക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും പിന്നെ കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമ്മുടെ മസാല ഇത് റെഡിയായി കഴിഞ്ഞ് നല്ല അടിപൊളി മസാലയാണ് കേട്ടോ. അപ്പോൾ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമ്മൾക്ക് ഇതിൻ്റെ മാവ് ഉണ്ടാക്കണ്ടേ. അപ്പം ഇതിലേക്ക് ഞാനൊരു 4.5 ടേബിൾ സ്പൂണ് മൈദ മാവാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ടാണ് കേട്ടോ. ഞാനിവിടെ അത്രയല്ല ആക്കുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള മാവ് മാത്രമേ ഇടുന്നുള്ളൂ. കാരണം എന്നിട്ടും എനിക്ക് മാവ് ബാക്കിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് അടുത്തത് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. നോക്കിയിട്ട് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അതിൻ്റെ തിക്നെസ് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു മുട്ടയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഇതൊന്ന് ജ്യൂസ് അടിച്ചെടുക്കണം, ബ്ലെൻഡ് ചെയ്തെടുക്കണം. മുട്ട ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ മാവിന് നല്ല സ്മൂത്ത്നെസ്സും നല്ല നെയ്സായിട്ടും കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം ഇതേ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ മാവ്. ജ്യൂസിലിട്ടടിച്ച് കഴിഞ്ഞാൽ നല്ല രസത്തിൽ നേർമയായി കിട്ടും കേട്ടോ. അതിനാണ് ജ്യൂസിലിട്ടടിച്ചത്. അപ്പോൾ ഇതാ നമ്മളൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഫ്രൈ പാൻ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾക്ക് ഒരു തവി മാവ് കോരി ഒഴിക്കാം. എന്നിട്ടൊന്ന് ചുറ്റിച്ചാൽ മതി കേട്ടോ.
അപ്പോൾ നേർമയായിട്ട് തന്നെ നമ്മൾക്കിത് കിട്ടും. അപ്പം ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ നമ്മൾക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് അടിഭാഗം കൂടി നമുക്ക് കുറച്ച് വേവിച്ചെടുക്കണം കേട്ടോ. കൂടുതലായിട്ട് നമ്മൾ ദോശയൊക്കെ ചുടുന്നത് പോലെയൊന്നും ആക്കിയെടുക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് 2 ഭാഗം ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഒരു ദോശ ഇതാ റെഡി ആയി കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ഒരു ഒരു ഓയിൽ തടവിയ ഒരു പ്ലേറ്റിലേക്കാണ് കേട്ടോ മാറ്റേണ്ടത്. ഓയിൽ തടയിട്ടില്ലെങ്കിൽ അത് അവിടെ ഒട്ടിപ്പിടിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഓയിൽ തടവിയിട്ട് ആക്കുന്നത്. അപ്പം ഞാനിതാ നടുവേ എഗ്ഗ് ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനെ എഗ്ഗ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ആദ്യം കുറച്ച് മസാല ഇതിൽ വെച്ച് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മസാല വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കട്ട് ചെയ്ത എഗ്ഗില്ലേ അത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. മറിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടി. ഓക്കെ, ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് 4 ഭാഗവും ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു എഗ്ഗ് ബോക്സ് ഇതാ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളാണ് കേട്ടോ, എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഓക്കെ, അപ്പം ഇതുപോലെ നമ്മൾക്ക് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കാം. എഗ്ഗ് ബോക്സ് ഇതാ ഒന്നിതാ റെഡിയായി കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുള്ള എഗ്ഗ് ബോക്സാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം കൂടുതൽ ആൾക്ക് മുട്ടനെ കൊണ്ടുള്ള ഇത് ഉണ്ടാക്കാൻ മുട്ട അടയില്ലേ അത് ഉണ്ടാക്കുമ്പോൾ പൊട്ടിത്തെറിക്കെല്ലാം ചെയ്യും ഓയിലിന്. അപ്പം അതിൽ നിന്നൊക്കെ സിമ്പിളായിട്ട് ഇങ്ങനെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും പേടിക്കാനേ ഇല്ല കേട്ടോ. ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നില്ല പേടിയേ വേണ്ട കേട്ടോ. ഇതൊന്നും ചെയ്യൂല, ഇത് കടിക്കാനൊന്നും നമ്മൾ വരില്ല. മറ്റേത് നമ്മൾ മൈദയിൽ മുക്കിയിട്ടിടുമ്പോഴാണ് കൂടുതലായിട്ടും ഈ പൊട്ടിത്തെറിയൊക്കെ സംഭവിക്കുന്നത് ചില സമയത്ത് കേട്ടോ. ഓക്കെ, ഇതാകുമ്പോൾ ഒന്നും പ്രശ്നമില്ല. ഇത് നമ്മൾക്ക് പേടിക്കാതെ സേഫായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അതുപോലെ നമ്മൾക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിതാ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾക്ക് ഒരു എഗ്ഗ് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഈ എഗ്ഗിലേക്ക് നമ്മൾക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇത് ഓൾറെഡി ഞാൻ ബ്രെഡ് ക്രംസും നമ്മളെ കോൺഫ്ലവറും ഇല്ലേ അതിൻ്റെ മിക്സാണ് കേട്ടോ. അത് ബ്രെഡ് ക്രംസും അതിൽ കോൺഫ്ലവറും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. വെറും ബ്രെഡ് ക്രംസ് ആണെങ്കിൽ അത് നമ്മൾ ഓയിൽ കുടിക്കും, ഇതാകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഓക്കെ, അങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ബ്രെഡ് ക്രംസിൻ്റെ കൂടെ കുറച്ച് കോൺഫ്ലവറും കൂടി ഇട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളിതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലിട്ടിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിച്ചാൽ മതി കേട്ടോ. കൂടുതൽ ഹെവി ഫ്ലെയിമിലൊന്നും വെച്ച് പൊരിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കാം. നമ്മളിതാ 2 ഭാഗം റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പം ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ എഗ്ഗ് ബോക്സ് ഇതാ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അത്രയും സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. ഓക്കെ, എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഈ ഇഫ്താറിന് ഇന്ന് തന്നെ ഉണ്ടാക്കിക്കോ. ഇന്നത്തെ ഇഫ്താർ നിങ്ങൾക്ക് ഈ പലഹാരം ആവട്ടെ കേട്ടോ. ഓക്കെ, അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം സാറൂസ് കിച്ചൺ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.